ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈം ഡൊമെയിൻ റെസ്പോൺസ് ഫ്രം പോൾ സീറോ പ്ലോട്ടാണ് നോക്കുന്നത്. അപ്പൊ ഇതുവരെ നമുക്കൊരു ലാപ്ലാസ് ട്രാൻസ്ഫോം ഇക്വേഷൻ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇപ്പൊ വി ഓഫ് എസ് ഈക്വൽ ടു 3s/s+2 × s²+2s+2 ആ തന്നിരിക്കുന്നതെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ടാണ് പാർഷ്യൽ ഫ്രാക്ഷൻ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ നമുക്ക് ഇനിയുള്ള ടോപ്പിക്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ വി ഓഫ് എസ് അല്ലെങ്കിൽ എഫ് ഓഫ് എസിൽ നിന്ന് ഇൻവേഴ്സ് എഫ് ഓഫ് ടി കണ്ടുപിടിക്കാൻ ടൈം ഡൊമെയിൻ റെസ്പോൺസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫ്രം പോൾ സീറോ പ്ലോട്ട് ആയിരിക്കണം. അപ്പൊ നമ്മൾ പോൾ സീറോ പ്ലോട്ട് ആദ്യം എന്ത് ചെയ്യണം? വരയ്ക്കണം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ടൈം ഡൊമെയിൻ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതിന്റെ ഇൻവേഴ്സ് എടുക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ പോൾസ് കണ്ടുപിടിക്കാം. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: ഗിവൺ വി ഓഫ് എസ്, ഫൈൻഡ് വി ഓഫ് ടി ഫ്രം പോൾ സീറോ പ്ലോട്ട്. അപ്പൊ പോൾ സീറോ പ്ലോട്ട് ചോദിച്ചാൽ അങ്ങനെ തന്നെ കണ്ടുപിടിക്കണം. മറ്റേ രീതി കണ്ടുപിടിച്ചാൽ ഒരു മാർക്ക് പോലും കിട്ടത്തില്ല. ഇപ്പൊ വി ഓഫ് എസ് ഈക്വൽ ടു 3s/s+2 ഇൻറ്റു ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ റൂട്ട്സ് 1+jയും 1 - j എന്നും കിട്ടും. -1+jയും -1 - j എന്നും കിട്ടും ഫാക്ടേഴ്സ്. സോ ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും s+1 - jയും s+1 + j. നമുക്ക് വാല്യൂസ് ഇങ്ങനെ കിട്ടും കാൽക്കുലേറ്ററിൽ: -1+jയും -1 - jയും. അപ്പൊ നമ്മൾ അതിന് ഫാക്ടേഴ്സ് ആക്കുമ്പോഴത്തേക്കും s+1 - j, s+1 + j. അപ്പൊ ഇതാണ് നമ്മുടെ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അല്ലേ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാം. അപ്പൊ ഇതിനകത്ത് സീറോസ് ഏതൊക്കെ വരും? ഡിനോമിനേറ്ററിന് ഈക്വൽ ടു 0 ചെയ്യുമ്പോഴാണ് നമുക്ക് സീറോസ് കിട്ടുന്നത്. അപ്പൊ s = 0 നമുക്ക് സീറോസ് കിട്ടുന്നത്. സീറോസ് അറ്റ് s = 0. ഇനി പോൾസോ? പോൾസ് അറ്റ് s = -2, s ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ ഫസ്റ്റ് പോൾ s = -2 കിട്ടും. ഇത് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ ഫസ്റ്റ് പോൾ s = -1 + j, then s = -1 - j. അപ്പൊ നമുക്ക് സീറോസ് 0 കിട്ടി, പോൾസ് 3 പോയിന്റ്സിലും കിട്ടി. അപ്പൊ ഇത് വെച്ച് നമുക്ക് പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാം. പോൾ സീറോ പ്ലോട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ സിഗ്മ, ഇവിടെ -σ, ഇവിടെ jω, ഇവിടെ -j. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വാല്യൂസ് പ്ലോട്ട് ചെയ്യാം. 0 0, ദെൻ -2 എന്താണ്? ഒരു പോള്. മറ്റേ പോൾ എവിടാണ്? -1 + j ഒരു പോള്. അപ്പൊ +j ഇവിടെ ആയിട്ട് വരും. അപ്പൊ ഇവിടെ ഒരു പോള്, ദെൻ -1 - j ഒരു പോൾ. അപ്പൊ -1 - j ഇവിടെ ആയിട്ട് വരും. അപ്പൊ പോൾ സീറോ പ്ലോട്ട് വരച്ചത് ക്ലിയർ ആണല്ലോ. ഫിഗർ നന്നായിട്ട് വരച്ചാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ പോൾ സീറോ പ്ലോട്ട് വരച്ചു അല്ലേ. പോൾ സീറോ പ്ലോട്ട് വരച്ചതിന് ശേഷം നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുന്ന പോലെ തന്നെ ചെയ്യാം. അപ്പൊ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുമ്പോഴത്തേക്ക് എന്താണ്? ഫസ്റ്റ് ഇവിടെ 3 ടേംസ് ഉണ്ട്, 3 ഇൻഡിപെൻഡന്റ് ആണ്. അപ്പം k1/s+2 പ്ലസ് k2/s+1 - j പ്ലസ് k2*s+1 + j. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഞാൻ k2 എന്ന് എഴുതാനുള്ള കാരണം ഈ ഡിനോമിനേറ്ററിലെ ഈ ഫാക്ടേഴ്സ് കോൺജുഗേറ്റ് ആയതുകൊണ്ടാണ്. ഇവിടെ s+1 - jയും ഇവിടെ s+1 + j. ഇപ്പൊ കോൺജുഗേറ്റ് ഫാക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പാർഷ്യൽ ഫ്രാക്ഷനും എന്തായിരിക്കും? കോൺജുഗേറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അതിന് കറസ്പോണ്ടിങ് അതിന്റെ കോൺജുഗേറ്റ് എടുത്താൽ ഇത് കിട്ടും. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഈ k1, k2, k2* ഈ പോൾ സീറോ പ്ലോട്ടിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ആ പോൾ സീറോ പ്ലോട്ട് നമ്മൾ നന്നായിട്ട് ഇവിടോട്ടൊന്ന് വരച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് k1 കണ്ടുപിടിക്കാം. അപ്പൊ k1 എന്ന് പറഞ്ഞാല് അപ്പം k1 കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഇങ്ങനെ ചെയ്യാം: k1 = നമുക്ക് എന്തെങ്കിലും കോൺസ്റ്റന്റ് ഉണ്ടോ എന്ന് നോക്കാം ഇക്വേഷനകത്ത്. അപ്പൊ ഇക്വേഷനകത്ത് ന്യൂമറേറ്ററിൽ ഒരു 3 എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ഉണ്ട് അല്ലേ. ആ കോൺസ്റ്റന്റ് അതുപോലെ എഴുതാം. ദെൻ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എഴുതാം. ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എഴുതുമ്പോഴത്തേക്കും ന്യൂമറേറ്ററിൽ നമ്മൾ എഴുതുന്നത്
ആ നമ്മളിപ്പോൾ എടുക്കുന്ന പോൾ ഏതാണ്? K1 കറസ്പോണ്ടിങ് പോൾ ഏതാണ്? -2. അപ്പം -2 എന്ന പോളാണ് നമ്മൾ K1 കണ്ടുപിടിക്കാനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം -2 എന്നുള്ള പോള് നോക്കുക. ഈ -2 എന്നുള്ള പോളിലേക്ക് വേറെ ഏതെങ്കിലും സീറോസിൽ നിന്നുള്ള ഡിസ്റ്റൻസും ആംഗിളും ആണ് ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. അപ്പൊ നമ്മുടെ ഫിഗറിൽ നോക്കുക, നമുക്ക് എത്ര സീറോസ് ഉണ്ട്? ഒരു സീറോയേ ഉള്ളൂ. സീറോസും പോൾസും നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. S=0 നമുക്ക് സീറോ ഉള്ളത്. അപ്പൊ ആ സീറോ ആണ് ഇവിടെ. ഈ സീറോയിൽ നിന്ന് നമ്മുടെ കൺസിഡർ ചെയ്ത പോളിലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും ആണ് ഈ ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. ഇനി വേറൊരു സീറോ ഉണ്ടായിരുന്നെങ്കിലോ, ആ സീറോയിൽ നിന്നുള്ള ഡിസ്റ്റൻസും ആംഗിളും എടുത്തിട്ട് അടുത്ത ഈ ടേമിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണമായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് ഒരു സീറോയേ ഉള്ളൂ. അപ്പൊ ആ സീറോയിൽ നിന്നുള്ള ഡിസ്റ്റൻസും ആംഗിളും കണ്ടുപിടിക്കണം. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? മാഗ്നിറ്റ്യൂഡ് ഒന്നും എടുക്കണ്ട, ഡിസ്റ്റൻസ് അങ്ങ് എടുത്താൽ മതി. ഈ സീറോയിൽ നിന്ന് -2 വരെ എത്ര യൂണിറ്റ്സ് ഡിസ്റ്റൻസ് ഉണ്ട്? 2. അപ്പൊ 2 ആണ് ഡിസ്റ്റൻസ്. ഇനി ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസിഡർ ചെയ്യുന്ന പോള് ഈ സീറോയുടെ ലെഫ്റ്റിലാണ് കിടക്കുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോള് ഈ സീറോയുടെ ലെഫ്റ്റിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആംഗിൾ 180 എഴുതണം. ലെഫ്റ്റിലാണെങ്കിൽ 180 എഴുതണം, റൈറ്റിലാണെങ്കിൽ 0 ഡിഗ്രി എഴുതണം. അപ്പൊ ലെഫ്റ്റിലായതുകൊണ്ട് 180 ഡിഗ്രി എഴുതി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരു സീറോയേ ഉള്ളൂ. അപ്പൊ സീറോ കൺസിഡർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസും ആംഗിളും ആണ് ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. അത് നമ്മൾ എഴുതി. ഇനി പോൾസ് ആണ് ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. അത് നമുക്കിനി നോക്കാം. അപ്പൊ ന്യൂമറേറ്ററിൽ നമ്മൾ എഴുതി. ഇനി ഡിനോമിനേറ്ററിൽ നമുക്ക് എന്താ വേണ്ടത്? ഏതൊക്കെ പോൾസ് ഉണ്ടോ ആ പോൾസിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോൾസിലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും ആണ് ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോൾ -2 ആണ്. വേറെ പോൾസ് ഏതൊക്കെയാണ്? -1 + j-യിലും -1 - j-യിലും ആണ് വേറെ പോൾസ് അല്ലേ? അപ്പം ഞാൻ ആദ്യം ഈ പോൾ കൺസിഡർ ചെയ്യാം. ഈ പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസും ആംഗിളും കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പോള്. ഈ പോളിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്ത പോളിലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും. അപ്പൊ രണ്ട് പോൾസിൽ നിന്ന് കണ്ടുപിടിക്കണം. ആദ്യം ഞാൻ ഈ പോൾ എടുക്കുകയാണ്, ബിയിലുള്ള പോള്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ സെൻട്രോ, ദെൻ ഇവിടെ ബി, ഇത് എ, ഇത് സി. അപ്പൊ ഈ ബിയിലുള്ള പോളിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ഈ സൈഡ് എത്രയാണ് ഫിഗർ ചെയ്യുന്നത്? -1 തൊട്ട് -2 വരെ എത്ര യൂണിറ്റാ ഉള്ളത്? 1 യൂണിറ്റ് അല്ലേ? അതുപോലെ 0 to j വരെ എത്ര യൂണിറ്റാ ഉള്ളത്? 1 യൂണിറ്റ് ആണുള്ളത് അല്ലേ? അപ്പം 1 യൂണിറ്റ് ബേസും 1 യൂണിറ്റ് ഓൾട്ടിറ്റ്യൂഡുമായിട്ട് വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പൊ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ത് വരും? അപ്പൊ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ടാണ് ഈ AB വരുന്നത് അല്ലേ? അപ്പൊ അതെന്ത് വരും? √1² + 1². ദാറ്റ് ഈസ് ദിസ് ഡിസ്റ്റൻസ് ഈസ് √2. മനസ്സിലായോ? നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ബേസും ഓൾട്ടിറ്റ്യൂഡും തന്നു കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ അല്ലേ? അപ്പൊ നമ്മൾ ബേസ് ഉണ്ട്, അപ്പൊ അത് വെച്ചിട്ട് നമ്മളിത് ഓൾട്ടിറ്റ്യൂഡ് 1 ഉണ്ട്. അപ്പൊ √base² + altitude² വെച്ചിട്ട് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് √2 കിട്ടും. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? നമ്മളെ കൺസിഡർ ചെയ്ത പോളിലേക്ക് വേറെ പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എഴുതി √2. ഇനി അതിന്റെ കൂടെ അതിന്റെ ആംഗിളും കൂടെ വേണം. അപ്പൊ ഈ പോളിൽ നിന്ന് നമ്മുടെ കൺസിഡർ ചെയ്യുന്ന പോളിലേക്കുള്ള, തിരിഞ്ഞു പോകരുത്, ഈ പോളിൽ നിന്ന് കൺസിഡർ ചെയ്ത പോളിലേക്ക്, അപ്പൊ എന്താ ഇത്രയും വരും നമ്മുടെ ആംഗിൾ. ഈ പോളിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്ത പോളിലേക്കുള്ള ആംഗിളും കൂടെ കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു, ഇതാണ് ഡിസ്റ്റൻസ്. ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും വരും. ഈ ആംഗിൾ നോക്കിക്കേ, ഇതൊരു പെർപെൻഡിക്കുലർ ആണ് അല്ലേ? അപ്പൊ ഇത് 90 ഡിഗ്രിയാണ്. പിന്നെ നമുക്ക് ഈ ആംഗിളും കൂടെ കണ്ടുപിടിക്കണം. ഈ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ നമുക്ക് ഏതെങ്കിലും രീതി കണ്ടുപിടിക്കാം. ടാൻ തീറ്റ, സൈൻ തീറ്റ, കോസ് തീറ്റ ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാം. കാരണം ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, 3 സൈഡ് നമുക്കറിയാം. അപ്പൊ ഇത് തീറ്റ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ടാൻ തീറ്റ എടുക്കാം അല്ലേ? ടാൻ തീറ്റ = ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ ടാൻ തീറ്റ = 1/1 എന്ന് വരും. അപ്പൊ ടാൻ തീറ്റ 1 ആവുന്നത് എപ്പോഴാ? തീറ്റയ്ക്ക് എപ്പോഴാണ് വാല്യൂ 1 ആവുന്നത്? 45 അല്ലേ? അപ്പൊ തീറ്റയുടെ വാല്യൂ എത്രയാണ്? 45. അപ്പൊ ഈ തീറ്റയുടെ വാല്യൂ എത്ര കിട്ടി? 45. അപ്പൊ ടോട്ടൽ ഈ പോളിൽ നിന്ന് ഇവിടെ വരെയുള്ള ആംഗിൾ എത്ര കിട്ടും? 90 + 45, ദാറ്റ് ഈസ് 135 ഡിഗ്രി. അപ്പൊ
അപ്പൊ നമുക്ക് ആംഗിൾ 135 കിട്ടിയില്ലേ? ആ 135 ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. പോസിറ്റീവ് ആണോ നോക്കുന്നത്, ക്ലോക്ക് വൈസിലാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവും ആന്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവും ആയിരിക്കും. അപ്പൊ അത് പഠിച്ചു വെക്കുക. ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ്, തിരിഞ്ഞു പോകരുത്. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിലാണ് പോസിറ്റീവ്. അപ്പൊ നമുക്ക് നോക്കിയേ, ഈ പോളിൽ നിന്ന് നമ്മുടെ കൺസിഡർ ചെയ്ത പോളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്. ഇങ്ങനെ ഡയറക്ഷൻ പറയുമ്പോൾ എന്താണ്? ക്ലോക്ക് വൈസ് ആണ്. അതുകൊണ്ട് ആംഗിൾ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ √2 ആംഗിൾ -135. ഓക്കെ ആണല്ലോ. അതുപോലെ ഇപ്പൊ ഈ 135 കിട്ടിയത് ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ കൺസിഡർ ചെയ്യുന്ന പോൾ, അതായത് K1ന്റെ ഡിനോമിനേറ്റർ. ഈ പോളിലേക്ക് വേറെ ഏതെങ്കിലും പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസും ആംഗിളും കണ്ടുപിടിക്കണ്ടേ. അപ്പൊ വേറെ ഒരു പോൾ ഇവിടെ ഉണ്ട്, ഒരു പോൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഈ പോൾ എടുത്തു. ഈ പോളിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോളിലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതേ ഇത് കിട്ടും. ഈ ഡിസ്റ്റൻസ് ഈ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇനി ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ പോളിൽ നിന്ന് നമ്മുടെ ഈ പോളിന്റെ ലൈൻ, ഈ ലൈൻ കണ്ടോ, ഇങ്ങോട്ടേക്ക് വരുന്ന ആംഗിൾ കണ്ടുപിടിക്കും. ഇത്രയും ആംഗിൾ വരും. അപ്പൊ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആണ്. ബാക്കി ഈ തീറ്റ, ഈ ആംഗിൾ കൂടെ കണ്ടുപിടിക്കണം. ഈ ആംഗിൾ, ഈ ട്രയാംഗിൾ വെച്ചിട്ട് സൈൻ തീറ്റയോ കോസ് തീറ്റയോ എന്തെടുത്താലും നമുക്ക് ഈ ആംഗിൾ കിട്ടും. അപ്പൊ ഞാൻ ടാൻ തീറ്റ എടുത്തു. ടാൻ തീറ്റ എടുത്തപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് 1/1. അപ്പൊ ഈ ആംഗിൾ 45. അപ്പൊ ടോട്ടൽ ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്ക് എത്രയാണ്? 135 ഡിഗ്രി. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും കൂടെ നോക്കണം. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ഈ പോളിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്ത പോളിലേക്കാണ്. അപ്പം ക്ലോക്ക് വൈസ് ആണ്. അതുകൊണ്ട് -135. ഇനി നമുക്ക് ഒരു പോളും കൂടെ ഉണ്ട് അല്ലേ? എവിടെയാണ്? -1 പ്ലസ് ജയിൽ. ഈ പോളിൽ നിന്ന് നമ്മുടെ കൺസിഡർ ചെയ്ത പോളിലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വേണ്ട ഇങ്ങനെ വരും. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്ര തന്നെ വരും? റൂട്ട്. അപ്പൊ എത്ര പോൾസ് ഉണ്ടോ അത്രയും പോൾസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിസ്റ്റൻസ് ആംഗിൾ അങ്ങ് എഴുതുക. √2 ആംഗിൾ കണ്ടുപിടിക്കണം. ഇനി ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ഇങ്ങോട്ട്. അപ്പൊ ഇത് നേരത്തെ പോലെ ഇവിടെ ഒരു തീറ്റ വരും. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ 1/1 ടാൻ തീറ്റ 1/1 എടുത്തു കഴിഞ്ഞാൽ നമുക്കിതും 45 ഡിഗ്രി തന്നെ വരും. മുകളിലത്തെ പോലെ തന്നെ വരും. ഇവിടെ എത്രയാണ്? പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രി. അപ്പൊ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 135. ഇനി ഡയറക്ഷൻ നോക്കുക. നമ്മൾ കൺസിഡർ ചെയ്ത പോളിലേക്ക് ഈ പോളിൽ നിന്ന് ഇങ്ങനെയാണ് പോയേക്കുന്നത്. അപ്പൊ ഇത് എന്ത് ഡയറക്ഷനാണ്? ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ എന്താ എഴുതുക? പ്ലസ് ആംഗിൾ എഴുതുക. സോ +135. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഇതാണ് K1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 3 × 2 ആംഗിൾ 180 ഡിവൈഡഡ് ബൈ √2 × √2. അതായത് ഇത് പോളാർ ഫോമിലാണ് കിടക്കുന്നത്. പോളാർ ഫോമിലുള്ള രണ്ട് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് പാർട്ട് തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. √2 × √2 എന്ത് വരും? 2 വരും. ദെൻ ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. മൾട്ടിപ്ലിക്കേഷൻ ഇൻ പോളാർ ഫോം എന്ന് പറഞ്ഞാൽ ആംഗിൾസ് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. -135 + 35 എത്ര വരും? 0. ദാറ്റ് ഈസ് 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് 3 ആംഗിൾ 180 എന്ന് കിട്ടും. ഇത് പോളാർ ഫോം ആണ്. ഇങ്ങനെ ഇട്ടിരുന്നാലും മതി. റെക്ടാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ -3 + 0 ചെയ്യുന്നു വരും. അപ്പൊ K1ന്റെ വാല്യൂ എത്ര കിട്ടും? -3. നെക്സ്റ്റ് നമ്മൾ K2 കണ്ടുപിടിക്കാൻ പോവാണ്. സെയിം ഫിഗർ ഒന്നും കൂടെ വരച്ചു. K2 കണ്ടുപിടിക്കുമ്പോഴത്തേക്കും K2 ആയിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന പോൾ ഏതാണ്? S+1 - j. ദാറ്റ് ഈസ് S = -1 + j അല്ലേ? അതായത് ഈ പോൾ. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോൾ മാറി. കൺസിഡർ ചെയ്തേക്കുന്ന പോൾ ഇതാണ് -1 + j. അപ്പൊ ഇനി എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് K2 കണ്ടുപിടിക്കാനായിട്ട് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ഇൻറ്റു നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഒരു കോൺസ്റ്റന്റ് ഉണ്ടായിരുന്നു 3. അപ്പൊ 3 ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. ഇനി ന്യൂമറേറ്ററിൽ എന്താണ് എഴുതേണ്ടത്?
ഈ പ്രോബ്ലത്തിൽ എന്തെങ്കിലും സീറോസ് ഉണ്ടെങ്കിൽ ആ സീറോസിൽ നിന്ന് കൺസിഡറിങ് പോളിലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും, സീറോസിൽ നിന്ന് കൺസിഡറിങ് പോളിലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും. ഇപ്പൊ നോക്കിക്കേ, ഡിസ്റ്റൻസ് ഇതാണ് നമ്മുടെ 0 0 ഒരു സീറോ അല്ലേ, ഒരു 0 0 അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും. അപ്പം ഡിസ്റ്റൻസ് എത്ര വരും? ഇത് 1 യൂണിറ്റ് ആണ് ഇല്ലേ, 0 to j വരെ 1 യൂണിറ്റ് ആണ്, 0 to -1 വരെ 1 യൂണിറ്റ് ആണ്. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് വരും, റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് √2 വരും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടേ? ആംഗിൾ ആണ് വേണ്ടത് അല്ലേ. ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ സീറോയിൽ നിന്ന് നമ്മുടെ കൺസിഡറിങ് പോളിലേക്കുള്ള ആംഗിൾ അല്ലേ, ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു, സീറോയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് √2 കിട്ടി. അപ്പൊ അത് ഞാൻ ന്യൂമറേറ്ററിൽ എഴുതി. ഇനി അതിന്റെ കൂടെ അതിന്റെ ആംഗിളും കൂടെ എഴുതണം. ആംഗിൾ എത്ര വരും? ആംഗിൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഒരു സീറോയിൽ നിന്ന് ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും കൺസിഡർ ചെയ്യുക, അത് സെൻറ്റർ ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതിന്റെ റൈറ്റ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്ന് തുടങ്ങണം. ഇങ്ങനെ കൺസിഡർ ചെയ്താൽ എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രന്റ് ഇതാണ്, സെക്കൻഡ് ഇതാണ്, തേർഡ് ഫോർത്ത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്ന് നമ്മൾ ആംഗിൾ എടുത്തു തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇവിടം വരെയുള്ള ആംഗിൾ, സീറോയിൽ നിന്ന് കൺസിഡറിങ് പോളിലേക്കുള്ള ആംഗിൾ. അപ്പൊ ഡയറക്ഷൻ ഇങ്ങനെ വരും അല്ലേ. അപ്പൊ ഇതൊരു പെർപെൻഡിക്കുലർ ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റ് 90 ഡിഗ്രി, പിന്നെ ഈ ആംഗിളും കൂടെ വേണം അല്ലേ. ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ഈ ട്രയാങ്കിൾ ഇവിടെ 1 ആണ്, ഇവിടെ 1 യൂണിറ്റ് ആണ്, ഇത് √2 ആണ് അല്ലേ. അപ്പൊ ഈ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? ടാൻ തീറ്റയോ കോസ് തീറ്റയോ സൈൻ തീറ്റ ഏത് എടുത്താലും നമുക്ക് എന്ത് കിട്ടും? 3 സൈഡ്സും ഉണ്ട്. അപ്പൊ ഞാൻ ടാൻ തീറ്റ എടുത്തു. ടാൻ തീറ്റ ഈക്വൽ ടു എന്ത് വരും? ഈ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് 1 എന്ന് വരും. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1, ദാറ്റ് ഈസ് 45 ഡിഗ്രി. അപ്പൊ ഇവിടെ എത്ര കിട്ടും? 45 ഡിഗ്രി. അപ്പൊ ടോട്ടൽ ആംഗിൾ എത്രയായി? 90 + 45. 90 + 45 is 135 ഡിഗ്രി. ഇനി അത് എന്താണെന്നും കൂടെ നോക്കണം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും കൂടെ നോക്കണം. അതെങ്ങനെ ചെക്ക് ചെയ്യും? ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്, ആന്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ്. അപ്പൊ ഈ ഡയറക്ഷൻ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ് അല്ലേ. ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ് വരാൻ കാരണം നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്ന് 90, 180, 270, 360 ഇങ്ങനെയാ പോണത്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് അവിടെ പോസിറ്റീവ് വരുന്നത്. ആന്റി ക്ലോക്ക് വൈസിൽ പോസിറ്റീവ് 135 കിട്ടും. അപ്പൊ ന്യൂമറേറ്റർ ഓക്കെ. ഇനി വേറെ സീറോസ് ഉണ്ടായിരുന്നെങ്കിൽ ഇൻറ്റു ബ്രാക്കറ്റിൽ എഴുതണമായിരുന്നു. അപ്പൊ ഇവിടെ വേറെ സീറോസ് ഇല്ല, അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ കിട്ടി. ഇനി ഡിനോമിനേറ്റർ നോക്കാം. ഡിനോമിനേറ്റർ എന്താണ്? വേറെ ഏതെങ്കിലും പോളിൽ നിന്ന് നമ്മുടെ കൺസിഡറിങ് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് ആംഗിൾ. അപ്പം വേറെ പോൾസ് ഏതൊക്കെയാണുള്ളത്? -2 ഒരു പോളുണ്ട്, -1 -j ഒരു പോളുണ്ട് അല്ലേ. അപ്പൊ ഈ -2 എന്നുള്ള പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആദ്യം എഴുതാം. അപ്പൊ -2 എന്നുള്ള പോളിൽ നിന്ന് നമ്മുടെ കൺസിഡറിങ് പോളിലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിൾ. അപ്പൊ നോക്കിക്കേ, ഡിസ്റ്റൻസ് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് അഗെയിൻ ഇവിടെ -1 തൊട്ട് -2 വരെ 1 യൂണിറ്റ്, ഇവിടെ 1 തൊട്ട് j വരെ 1 യൂണിറ്റ്. ഇത് എത്ര കിട്ടും? √2 കിട്ടും. അപ്പൊ ഡിസ്റ്റൻസ് √2 കിട്ടി. ഇനി ആംഗിൾ എടുക്കുന്നത് ശ്രദ്ധിക്കുക. ആംഗിൾ എന്ത് വരും? ഈ പോളിൽ നിന്ന് നമ്മുടെ കൺസിഡറിങ് പോളിലേക്കുള്ള ആംഗിൾ ആണ് ഈ പോളിൽ. അപ്പൊ ഈ പോളിന് ഇത് സെന്റർ ആയിട്ട് വരുന്ന കണക്ക് ഒരു എക്സ് ആക്സും വൈ ആക്സും വരച്ച് അതിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്ന് വരണം. അപ്പൊ നോക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആംഗിൾ. അപ്പൊ ഇവിടെ ഈ ലൈനിലാണ് നമ്മുടെ പോള് കിടക്കുന്നത്. അപ്പൊ ഇത്രയാണ് ആംഗിൾ. അപ്പൊ ആംഗിൾ എത്ര വരും? അത് നേരത്തെ പോലെ 1 1 √2 ഉള്ള ഒരു ട്രയാങ്കിൾ ആണ്. അഗെയിൻ ഇവിടെ എന്ത് വരും? 45 ഡിഗ്രി. അപ്പൊ √2 ആംഗിൾ 45 ഡിഗ്രി. ഇനി അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് എങ്ങനെ നോക്കും? അതിന്റെ ഡയറക്ഷൻ നോക്കുക അല്ലേ. അപ്പൊ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്, സോ എന്ത് വരും? +45. അപ്പൊ നമുക്ക് ഒരു പോളിന്റെ നമ്മൾ എഴുതി കഴിഞ്ഞു. കൺസിഡറിങ് പോളിന്റെ കൂടാതെ ഉള്ള 2 പോൾസിൽ ഒരു പോളിന്റെ എഴുതി. ഇനി അടുത്ത പോൾ ഏതാണ്? -1 -j.
ഈ -1 - j എന്നുള്ള പോളിൽ നിന്ന് നമ്മുടെ കൺസിഡറിങ് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് ആംഗിൾ. -1 - j ഇതാണ് അല്ലേ. അപ്പൊ കൺസിഡറിങ് പോൾ ഇതേ ഇവിടെ കിടക്കുന്നു, -1 + j. അപ്പൊ അതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നോക്കിയാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും അല്ലേ. ഈ ഡിസ്റ്റൻസ് എത്ര വരും? ഇവിടെ ഒരു 1 യൂണിറ്റ് അല്ലേ, ഇവിടെ ഒരു 1 യൂണിറ്റ്. അതായത് 0 തൊട്ട് j വരെയുള്ള 1 യൂണിറ്റ്, 0 തൊട്ട് -j വരെയുള്ള 1 യൂണിറ്റ്. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ആംഗിൾ കൺസിഡർ ചെയ്യാതെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ j ഒന്നും എഴുതാത്തത്. ആ ഡിസ്റ്റൻസ് യൂണിറ്റ് മാത്രം എഴുതിയാൽ മതി. 0 തൊട്ട് j വരെ 1 യൂണിറ്റ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത്, 0 തൊട്ട് -j വരെ അടുത്ത 1 യൂണിറ്റ്. ടോട്ടൽ എത്ര? 1 + 1 2 യൂണിറ്റ്സ്. ആംഗിൾ എത്ര വരും? നമ്മളെ ഈ പോളിൽ നിന്ന് കൺസിഡറിങ് പോൾ, അപ്പൊ ഈ പോളിൽ ഒരു x ആക്സിസും y ആക്സിസും വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ തുടങ്ങണം. അപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ ഈ പോൾ കിടക്കുന്ന ലൈൻ ഇതാണ് അല്ലേ, ഇങ്ങോട്ടേക്കുള്ള ആംഗിൾ എത്ര വരും? കറക്റ്റ് പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അപ്പൊ 90 ഡിഗ്രി. ആംഗിൾ 90 ഡിഗ്രി. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്, സോ ഇറ്റ് ഈസ് പോസിറ്റീവ് അല്ലെ. ഇങ്ങനെയല്ലേ പോണത്, ആന്റി ക്ലോക്ക് വൈസ്, അതുകൊണ്ട് അത് പോസിറ്റീവ്. അപ്പൊ ഇനി വേറെ പോൾ വല്ലതും ഉണ്ടോ? ഇല്ല, പോൾസ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. 3 × √2 ആംഗിൾ 135. ഡിനോമിനേറ്ററിൽ 2√2, മാഗ്നിറ്റ്യൂഡ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × √2 ആംഗിൾസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുക. സോ ദാറ്റ് ഈസ് 135 ഡിഗ്രി. Again √2 cancel ആവും. 3/2 is 1.5. Then angles നമ്മൾ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് എടുക്കുക. 135 - 135 എത്ര കിട്ടും? 0 ഡിഗ്രി. So the answer is 1.5 or 3/2. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് K2 കിട്ടി. ഇനി നമുക്ക് K2 സ്റ്റാർ ഉണ്ട് അല്ലേ. അപ്പൊ ഈ പ്രൊസീജിയർ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത പോളിനെ കൺസിഡർ ചെയ്യുക. -1 - j എന്നുള്ള പോളിൽ. അപ്പൊ ഇത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് കോംപ്ലക്സ് പോൾസ് ആയതുകൊണ്ട്, കോൺജുഗേറ്റ് പെയർസ് ആയിട്ടല്ലോ ഒക്കെ അറിയുന്നത്, അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കേണ്ട. ഈ നമുക്ക് K2 എന്താണോ കിട്ടിയത് അതിന്റെ കോൺജുഗേറ്റ് ആയിരിക്കും K2 സ്റ്റാർ. അപ്പൊ അത് നമുക്ക് ഡയറക്റ്റ് അങ്ങ് എഴുതാം. അപ്പൊ K2 സ്റ്റാർ എന്തായിരിക്കും? 1.5ന്റെ കോൺജുഗേറ്റ്. അതായത് റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. ഇമാജിനറി പാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പ്ലസോ മൈനസോ മാറ്റി കൊടുത്ത് കോൺജുഗേറ്റ് എഴുതായിരുന്നു. പക്ഷെ ഇത് റിയൽ ടേം മാത്രമേ ഉള്ളൂ. അപ്പൊ K2 സ്റ്റാർ എന്ത് തന്നെ വരും? 1.5. ഇപ്പൊ K2 ഒരു 1 + j ഒക്കെ ആണെങ്കിൽ നമുക്ക് K2 സ്റ്റാർ എന്ന് പറഞ്ഞാൽ 1 - j വരും. നമുക്ക് എപ്പോഴും റിയൽ ആയിട്ടേ കിട്ടത്തുള്ളൂ. സോ ഈ വാല്യൂ എന്ന് പറഞ്ഞാല് K2 = 1.5. അതുകൊണ്ട് K2 സ്റ്റാർ രണ്ടും റിയൽ ടേംസ് ആയതുകൊണ്ട് K2 സ്റ്റാർ എന്ത് കിട്ടി? 1.5. ഈ വാല്യൂസ് എല്ലാം നമുക്ക് V(s) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇൻവേഴ്സ് എടുക്കാം. അപ്പൊ V(s) = ഫസ്റ്റ് വാല്യൂ K1 എത്രയായിരുന്നു കിട്ടിയത്? K1 -3. സോ -3/s + 2 ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -3/s + 2 പ്ലസ് 1.5/s plus 1 - j plus 1.5/s plus 1 + j. ഇതിന്റെ ഇൻവേഴ്സ് എടുക്കാമല്ലോ. ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. -3 × 1/s + a എന്താണ്? e⁻²t plus 1.5 ഇതിന്റെ എന്താണ്? യുടെ സ്ഥാനത്ത് s + a യുടെ സ്ഥാനത്ത് 1 - j ആണ്. സോ -1 - j × t പ്ലസ് 1.5 യുടെ സ്ഥാനത്ത് 1 + j ആണ്. സോ e⁻1 + j × t. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫർദർ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. -3 e⁻²t ഇതിനകത്തുനിന്ന് 1.5 കോമൺ എടുക്കാം. അതുപോലെ തന്നെ വേറൊരു ടേം കോമൺ എടുക്കാം. ഇവിടെ -t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -t × ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. -1 × t is -t × e⁻ + jt അല്ലേ. ഇതുപോലെ ഇവിടെ എഴുതാം. 1.5 e⁻ - t × e⁻ - jt.
അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. -3 e⁻² പ്ലസ് 1.5 e⁻t ഈ രണ്ട് ടേമിൽ നിന്നും കോമൺ എടുക്കാം അല്ലേ. ബാക്കി എന്ത് വരും? e⁻jt പ്ലസ് e⁻−jt. e⁻jθ പ്ലസ് e⁻−jθ എന്താ? ബൈ 2 എന്താണ്? cos theta. cos theta equal to e⁻jθ plus e⁻−jθ by 2 ആണ് അല്ലേ. ഇവിടെ 2ന്റെ കുറവുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു 2 ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ മൾട്ടിപ്ലൈയും ചെയ്തു ഇൻറ്റു 2. അപ്പൊ ഇതിന് പകരം എന്ത് എഴുതാം? നമുക്ക് v of t എങ്ങനെ എഴുതാം? v of t equal to -3 e⁻²t plus 1.5 plus 1.5 into ഈ 2 എന്താവും? 3 ആവും അല്ലേ. പ്ലസ് 3 e⁻−t. So this is e⁻jθ plus e⁻−jθ by 2. അതെന്താണ്? cos theta അല്ലേ. cos theta സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? t ആണ് അല്ലേ. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? cos t. ഇത്രയും വോൾട്ട്സ് ആയിരിക്കും നമ്മുടെ ആൻസർ, വോൾട്ടേജ് ആയതുകൊണ്ട്. അപ്പം -3 e⁻−2t പ്ലസ് 3 e⁻−t cos t. ഇത് e⁻jθ മാറ്റിയിട്ട് കൊസൈൻ അല്ലെങ്കിൽ സൈൻ്റെ ടേംസിൽ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുകയും ചെയ്യാം ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.